ഇവിടെ നമ്മുടെ രാഹുലും അഞ്ജലിയും തമ്മിൽ ബെസ്റ്റ് ഫ്രണ്ട്സ് ആണ്. ഇവർ തമ്മിൽ എപ്പോഴും വഴക്കുണ്ടാവും, അത് പെട്ടെന്ന് തന്നെ ശരിയാക്കുകയും ചെയ്യും. അപ്പോഴാണ് ഇവരെ കോളേജിലേക്ക് ടീന എന്ന് പറയുന്ന ഒരു പെണ്ണ് വരുന്നത്. രാഹുലിന് ഇവളെ കണ്ടപ്പോൾ തന്നെ ഇഷ്ടാവുകയും ചെയ്യാണ്. അപ്പോഴാണ് ഇംഗ്ലീഷ് ക്ലാസ്സിൽ ടീച്ചർ ലവിനെ കുറിച്ച് എന്താണ് നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചത്. നമ്മുടെ ഹീറോ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടിന് മാത്രമേ ഒരു നല്ല വൈഫായിട്ട് എന്നെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയാണ്. അങ്ങനെ അഞ്ജലി ഇത് നമ്മളെക്കുറിച്ചാണ് ഇവൻ പറയുന്നതെന്ന് ആലോചിക്കുകയാണ്. അങ്ങനെ രാഹുലും ടീനയുടെ അടുത്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് കൊടുക്കുകയാണ്. അവളും അത് വാങ്ങാണ്. അങ്ങനെ രാഹുലും ടീനയും ഒരുപാട് ക്ലോസ് ആയിട്ടുള്ളത് കണ്ടിട്ട് അഞ്ജലിക്ക് ഒരുപാട് പൊസസീവ്നെസ് അടിക്കുകയാണ്. അങ്ങനെ അവളെ പോലെ തന്നെ ഇവൾ ഡ്രസ്സ് ചെയ്ത് വരാനൊക്കെ തുടങ്ങുകയാണ്. ആരെ ഇംപ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അവൾ വന്നത്. അവൻ തന്നെ ഇവളെ കണ്ട് പൊട്ടിച്ചിരിക്കുന്ന കണ്ടിട്ട് അവൾ അവിടെ നിന്ന് പോവാണ്. കുറച്ച് കഴിഞ്ഞിട്ട് രാഹുൽ വന്നിട്ട് ഇവളെ സമാധാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ടീന അവിടെ നിന്ന് പോകാൻ നോക്കുമ്പോൾ ഒരു കാര്യം ടീനയെ പിടിച്ചുകൊണ്ട് തന്നെ ഇവളെ ആശ്വസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ടീനയുടെ അടുത്ത് ഇവൻ പ്രപ്പോസ് ചെയ്യാൻ വേണ്ടി പോകാനുള്ള കാര്യം അഞ്ജലിയുടെ അടുത്ത് പറയാൻ വേണ്ടി വന്നത് അറിയാതെ തന്നെ പെട്ടെന്ന് ഐ ലവ് യു എന്ന് അവൻ അവളുടെ അടുത്ത് പറഞ്ഞു പോവാണ്. പക്ഷേ ഇവൻ ബാക്കി പറയുന്നൊന്നും കേൾക്കാതെ ഐ ലവ് യു തന്നെ സ്റ്റക്കായി ഇവൾ നിൽക്കുകയാണ്. അങ്ങനെ വേറെ വഴിയില്ലാതെ അവൻ കാര്യങ്ങളൊക്കെ പറഞ്ഞതും ഇഷ്ടമല്ലെങ്കിലും അത് സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യാണ്. അങ്ങനെ രാഹുലിന്റെ മനസ്സിൽ ടീനയാണുള്ളതെന്ന് മനസ്സിലാക്കിയിട്ട് ഇനി അവന്റെ ലൈഫിൽ നമ്മൾ ഉണ്ടാവാൻ പാടില്ലെന്ന് പറഞ്ഞിട്ട് അവൾ നാട്ടിലേക്ക് പോവാണ്. പക്ഷെ അഞ്ജലി രാഹുലിനെ ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ടീനയ്ക്ക് മനസ്സിലാവാണ്. അങ്ങനെ ഇപ്പോൾ ടീനയ്ക്കും രാഹുലിനും തമ്മിൽ കല്യാണം നടക്കുകയാണ്. അങ്ങനെ അവർക്കൊരു കുഞ്ഞും ജനിക്കുകയാണ്. ടീനയുടെ പ്രഗ്നൻസിയിൽ ഒരുപാട് കോംപ്ലിക്കേഷൻസ് ഉണ്ടായതുകൊണ്ട് തന്നെ അവൾ മരിക്കുകയാണ്. അവൾ മരിക്കുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കുഞ്ഞിന് അഞ്ജലി എന്ന് വേണം പേര് വെക്കാൻ വേണ്ടിയിട്ട് അവളുടെ 8th ബർത്ത്ഡേ വരെ ഇത് വായിക്കണം എന്ന് പറഞ്ഞിട്ട് ഓരോ വർഷവും ഓരോ ബർത്ത്ഡേ എഴുതി വെച്ചിട്ടുണ്ടാവും. അവളുടെ 8th ബർത്ത്ഡേക്ക് ആ കൊച്ചിൻ്റെ കയ്യിൽ ഒരു ലെറ്റർ കിട്ടുകയാണ്. അതിൽ അവളുടെ അച്ഛൻ്റെയും അഞ്ജലിയുടെയും ഫ്രണ്ട്ഷിപ്പിനെ കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ അച്ഛന് ഇപ്പോൾ നല്ലൊരു ഫ്രണ്ടിൻ്റെ ആവശ്യമുണ്ടെന്ന് പറഞ്ഞിട്ട് എങ്ങനെയെങ്കിലും അഞ്ജലിനെയും അച്ഛനെയും മീറ്റ് ചെയ്യിക്കണമെന്ന് അവൾ തീരുമാനിക്കുകയാണ്. സമയം അച്ഛൻ്റെ അടുത്ത് ചോദിച്ചിട്ട് അഞ്ജലിനെ കുറിച്ചൊക്കെ ഈ കൊച്ചു മനസ്സിലാക്കാണ്. അതേസമയം ഇപ്പുറത്ത് അഞ്ജലിക്ക് ഇപ്പോൾ എൻഗേജ്മെന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മുത്തശ്ശൻ്റെ അടുത്ത് ചോദിച്ചിട്ട് എങ്ങനെയൊക്കെ നമ്പറൊക്കെ ഇട്ടിട്ട് അവൾ അഞ്ജലിനെ വിളിക്കുകയാണ്. അതേസമയം അവളുടെ ഫിയാൻസിയുടെ അടുത്ത് പറഞ്ഞിട്ട് അവൾക്ക് സമ്മർ വെക്കേഷന് പോകണമെന്ന് പറയാണ് അഞ്ജലി. അതേസമയം ഈ കൊച്ചു എനിക്ക് സമ്മർ വെക്കേഷന് പോകണമെന്ന് പറയാണ്. അങ്ങനെ ഹീറോ സമ്മതിക്കാത്തതുകൊണ്ട് തന്നെ മുത്തശ്ശിനെയും കൂട്ടിയിട്ട് അവൾ സമ്മർ ക്യാമ്പിന് പോവാണ്. ആ സമ്മർ ക്യാമ്പിൽ ചെന്നിട്ട് ഇവർ രണ്ടുപേരും മീറ്റ് ചെയ്യാണ്. ഇവരുടെ രണ്ടുപേരുടെയും പേര് അഞ്ജലി എന്നാണെന്നൊക്കെ അവർക്ക് മനസ്സിലാവാണ്. നിനക്ക് എന്തിനാണ് ആ പേര് വെച്ചതെന്ന് ആ കൊച്ചു ചോദിച്ചതും ചിലപ്പോൾ എൻ്റെ അച്ഛനമ്മയ്ക്ക് നിങ്ങളെ ഇഷ്ടമായതുകൊണ്ടിരിക്കുന്നൊക്കെ പറഞ്ഞതും അഞ്ജലിക്ക് മനസ്സിലാവാണ് ഇത് ഹീറോയുടെ മകളാണെന്നും ഇനെ മരിച്ചു പോയെന്നുള്ള കാര്യങ്ങളൊക്കെ. അങ്ങനെ നമ്മുടെ ഹീറോയ്ക്കും മോളെ കാണാതിരിക്കാൻ പറ്റാതെ ആ സമ്മർ ക്യാമ്പിലേക്ക് കാണാൻ വേണ്ടി വരികയാണ്. അവിടെയാണ് നമ്മുടെ അഞ്ജലിനെ കാണുന്നത്. രണ്ടുപേർക്ക് എന്താ പറയേണ്ടതെന്ന് അറിയാതെ സന്തോഷമാവാണ്. പക്ഷെ രണ്ടുപേർക്കും പഴയ ബോണ്ടിങ് വരുന്നുണ്ടായിരുന്നില്ല. അപ്പോഴാണ് കുട്ടി അഞ്ജലി ആ ബാസ്കറ്റ് ബോൾ കാണുന്നത്. അങ്ങനെ ആ ബാസ്കറ്റ് ബോൾ യൂസ് ചെയ്തിട്ട് തന്നെ അവരുടെ രണ്ടുപേരുടെയും പഴയ ബോണ്ടിങ് തിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവർ ഒരുമിച്ച് ഡാൻസ് ഒക്കെ കളിക്കുകയാണ്. അങ്ങനെ അഞ്ജലിയുടെ കയ്യിലെ റിങ് കണ്ടപ്പോഴാണ് രാഹുൽ തന്നെ മനസ്സിലാവുന്നത് ഓൾറെഡി അവരുടെ എൻഗേജ്മെന്റ് ആയെന്ന്. അങ്ങനെ അവളെ കാണാൻ വേണ്ടിയിട്ട് അവളുടെ ഫിയാൻസി അങ്ങോട്ട് വരികയാണ്. അങ്ങനെ ഇവരുടെ കല്യാണം നടക്കാൻ വേണ്ടി പോവാണ്. അങ്ങനെ ആ കല്യാണത്തിന്റെ ഏർപ്പാടുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുട്ടി അഞ്ജലിയുടെ ഫിയാൻസിയുടെ അടുത്ത് എല്ലാ കാര്യങ്ങളും പറയാണ്. നമ്മുടെ ഹീറോയും അഞ്ജലിയുടെ അടുത്ത് എന്തോ പറയാൻ വേണ്ടി പോവാണ്. പക്ഷെ അവൾ കണ്ടത് ഫീലായിട്ട് അവൻ തിരിച്ചു പോവാണ്. അങ്ങനെ അഞ്ജലിക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതെ ഷക്കായി നിൽക്കുകയാണ്. അപ്പം തന്നെ ആ കല്യാണ ചെറുക്കനും അഞ്ജലിയുടെ കൈ പിടിച്ച് തോട്ട് കൊണ്ടുവരികയാണ്. അവൻ പറയാണ് അവളുടെ കണ്ണിൽ ഞാൻ പ്രേമം കാണണമെന്നാണ് ആഗ്രഹിച്ചു, പക്ഷെ അവളുടെ മനസ്സിൽ നിറച്ചു നീയാണെന്ന് പറയാണ് രാഹുലിനോട്. അവസാനം രാഹുലിൻ്റെ കൂടെ തന്നെ അഞ്ജലിനെ ചേർത്ത് വെക്കുകയാണ്.